ഗസയിലെ അധികാരം ഫലസ്തീൻ ടെക്നോക്രാറ്റിക് കമ്മിറ്റിക്ക് കൈമാറാൻ തയ്യാറാണെന്ന് ഹമാസ്. ഇതുമായി ബന്ധപ്പെട്ട തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർണ്ണമാണെന്ന് ഹമാസ് അറിയിച്ചു. ബന്ദി കൈമാറ്റം അവസാനിച്ച സാഹചര്യത്തിൽ റഫ അതിർത്തി തുറക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു. അതിനിടെ ഗസയിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ 2 ഫലസ്തീനികൾ കൂടി ഇന്ന് കൊല്ലപ്പെട്ടു. അബ്ബാസ് മുഹമ്മദ് ചെയ്യുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. അബ്ബാസ്, ഈ ഹമാസിന്റെ ഈ പുതിയ നീക്കത്തെ നിലപാടിനെ എങ്ങനെ വേണം കാണാൻ? ഒപ്പം ഈ വെടിനിർത്തൽ നിലവിൽ നിൽക്കുമ്പോഴും ആക്രമണം തുടരുകയാണോ എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യം? ജീന, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഇന്നലെയാണ് അബ്ബാസിലേക്ക് എത്താം. ഏതായാലും അബ്ബാസ് തുടങ്ങി വെച്ചത് ഇങ്ങനെയാണെന്ന് മനസ്സിലാകുന്നത്. പ്രധാനപ്പെട്ട ഒരു ഇന്നത്തെ വാർത്ത എന്ന് പറയുന്നത് ഗസയിൽ അധികാരം ഫലസ്തീൻ ടെക്നോക്രാറ്റിക് കമ്മിറ്റിക്ക് കൈമാറാൻ തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചതാണ് ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർണ്ണമാണെന്ന് ഹമാസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ബന്ദി കൈമാറ്റം അവസാനിച്ച സാഹചര്യത്തിൽ തന്നെ റഫ അതിർത്തി വളരെ പെട്ടെന്ന് തന്നെ തുറക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഫലസ്തീൻ ജനത ഉള്ളത്. മാനുഷിക സഹായം അത്യാവശ്യമായി അവിടെ എത്തേണ്ട ഘട്ടത്തിൽ പോലും ഈ റഫ അതിർത്തി തുറക്കാത്തത് പല രീതിയിൽ ഗസയിലെ ജനങ്ങളുടെ ജീവിതത്തെ പല രീതിയിൽ ബാധിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റഫ അതിർത്തി എത്രയും പെട്ടെന്ന് തുറക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അവിടുത്തെക്കാർ ഉള്ളത്. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആക്രമണം ഇപ്പോഴും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നും ഒരാൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അബ്ബാസിലേക്ക് പോവുകയാണ്. അബ്ബാസ്, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് അധികാരം കൈമാറാൻ തയ്യാറായി എന്ന് ഹമാസ് പറഞ്ഞു എന്നതാണ്. അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി എന്നും പറയുന്നു. മറ്റു വിശദാംശങ്ങൾ എങ്ങനെയാണ്? ജീന, ടെക്നോക്രാറ്റിക് കമ്മിറ്റിക്ക് ഗസയിലെ അധികാരം കൈമാറുക എന്നുള്ളത് ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഉപാധിയായിരുന്നു. അതിന് തങ്ങൾ ഒരുക്കമാണ് എന്നാണ് ഇന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഹമാസിൻ്റെ വക്താവ് കാസിം ഹസാം അദ്ദേഹം അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ AFPക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഈ ഒരു അധികാരം, ദൈനംദിന പ്രവർത്തനങ്ങളുടെ അധികാരം, ഗസയിലെ അധികാരം ടെക്നോക്രാറ്റിക് കമ്മിറ്റിക്ക് വേണ്ടി കൈമാറാൻ തങ്ങൾ ഒരുക്കമാണ്. അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും റെഡിയാണ്, തങ്ങൾ അതിന് സജ്ജമാണ് എന്ന് ഇന്ന് ഹമാസ് അറിയിക്കുകയുണ്ടായിട്ടുണ്ട്. ഇതോട് ഏതെങ്കിലും തരത്തിൽ ഇസ്രായേൽ ഭരണകൂടം പ്രതികരിച്ചിട്ടില്ല. നമുക്കറിയാം, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ വന്ന ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ കാര്യം തന്നെയാണ് ഈ അധികാരം 15 അംഗ ഈ നാഷണൽ കമ്മിറ്റി ഫോർ ഗസ എന്ന് പറയുന്ന ഈ NCAG എന്ന് പറയുന്ന കമ്മിറ്റിക്ക് അധികാരം കൈമാറുക എന്നുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർണായകമായിട്ട് ചുവടുവെപ്പാണ് ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ ഹമാസ് ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം, ഞങ്ങൾ അധികാരം കൈമാറുന്നതിനൊപ്പം തന്നെ ഈ ഗസയിലേക്കുള്ള റഫ അതിർത്തി വഴിയുള്ള സുഗമമായ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്ക് അത് തുറക്കാൻ, റഫ അതിർത്തി തുറക്കാൻ ഇസ്രായേൽ തയ്യാറാകണമെന്നുള്ള ആവശ്യം കൂടി കഴിഞ്ഞ ദിവസം ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു. ഇന്നും ആ ആവശ്യം ഹമാസ് ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും ഇതുവരെ റഫ അതിർത്തി തുറക്കാൻ ഇതുവരെ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഗസയിലുണ്ടായിരുന്ന അവസാനത്തെ ബന്ദിയുടെ അവശേഷിപ്പും ഇസ്രായേലിന് കൈമാറി കഴിഞ്ഞിട്ടുണ്ട്, ഇസ്രായേലിന് ലഭിച്ചിട്ടുണ്ട്. അതോടുകൂടെ തന്നെ 15 ഇസ്രായേലിൻ്റെ പക്കലുണ്ടായിരുന്ന 15 ആളുകളെ കൂടി ഇസ്രായേൽ ഭരണകൂടം ഗസയിലേക്കും കൈമാറിയിട്ടുണ്ട്. ഇങ്ങനെ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അത് പൂർണ്ണമായിരിക്കുകയാണ്. ഈ പൂർണ്ണമായ സാഹചര്യത്തിൽ തന്നെ അടുത്ത ഘട്ടത്തിൽ നടക്കേണ്ടത് റഫ അതിർത്തി തുറക്കുക എന്നുള്ളതാണ്. റഫ എന്ന് പറയുന്നത് ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത രേഖയാണ്. അപ്പോൾ അവരുടെ പുറത്തേക്കുള്ള പോക്ക്, അതുപോലെ മെഡിക്കൽ, അതുപോലെ ഭക്ഷണം, ഇന്ധനം എന്നിവയൊക്കെ ഗസയിലേക്ക് എത്താൻ ഈ റഫ അതിർത്തി തുറക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് അക്കാര്യം UN അടക്കമുള്ള അന്താരാഷ്ട്ര ഏജൻസികളും അതുപോലെ അറബ് രാഷ്ട്രങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉറപ്പിന് ഇതുവരെ ഇസ്രായേൽ ഭരണകൂടം തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം റാൻഗിലി എന്ന് പറയുന്ന പോലീസ് ഓഫീസറുടെ അവസാനത്തെ ബന്ദിയുടെ ഫ്യൂണറൽ ചടങ്ങിൽ പങ്കെടുക്കുക ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞത് അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഗസയെ നിരായുധീകരിക്കുക, ഹമാസിനെ നിരായുധീകരിക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തിലേക്കാകും ഇനി ഇസ്രായേൽ പോവുക എന്നുള്ളതാണ്. ഏതായാലും റഫ അതിർത്തി തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉറപ്പ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് തരാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതേ സമയത്ത് തന്നെയാണ്
തങ്ങൾ അന്താരാഷ്ട്ര ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ള ഈ ഗസയിലെ ഭരണം ഞങ്ങൾ ഈ ടെക്നോക്രാറ്റിക് സമിതിക്ക് കൈമാറാൻ ഒരുക്കമാണ് എന്ന് ഹമാസ് പറയുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇസ്രായേൽ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇതോടുകൂടെ തന്നെ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് പതിവ് പോലെ ഇസ്രായേലിൻ്റെ ആക്രമണം ഈ വെടിനിർത്തൽ യാഥാർത്ഥ്യമായ ശേഷവും ഗസയിൽ തുടർന്നു എന്നുള്ളതാണ്. ഗസയിൽ ഇന്ന് 2 പേർ കൊല്ലപ്പെട്ടു. ഇതോടുകൂടി വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായതിനു ശേഷം മാത്രം 480-ലേറെ പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വളരെ അതിശൈത്യമാണ് ഗസയിൽ നിലവിലുള്ളത്. മിസൈൽ വേണ്ട, മിസൈലിന് പകരം ഒരു മഴയോ ഒരു തണുപ്പോ ഉണ്ടായാൽ മാത്രം ഗസയിലെ ജീവൻ പൊലിഞ്ഞു പോകുമെന്നുള്ള അവസ്ഥ കൂടിയുണ്ട്. ഏതായാലും ഈ ഒരു സവിശേഷമായ സാഹചര്യത്തിൽ ഗസ അതിർത്തി തുറക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഗസയിലെ നിവാസികൾ വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്നതാണ്. അത് വളരെ വൈകാതെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും. ജീന, ശരി, ഏതായാലും ഗസയിലെ അധികാരം ഫലസ്തീൻ ടെക്നോക്രാറ്റിക് കമ്മിറ്റിക്ക് കൈമാറാൻ തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചു കഴിഞ്ഞു. പ്രധാനപ്പെട്ട ഒരു ഉപാധിയായിരുന്നു. ഇക്കാര്യത്തിൽ ഹമാസ് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇതിന്റെ തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർണ്ണമായി എന്ന് ഹമാസ് പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ഹമാസ് പ്രതീക്ഷിക്കുന്നതും അവിടുത്തെ ജനത പ്രതീക്ഷിക്കുന്നതും ഈ റഫ അതിർത്തി തുറക്കണമെന്നുള്ള ഒരു കാര്യമാണ്. അത് വീണ്ടും അവർ ആവശ്യപ്പെടുകയാണ്. ഇസ്രായേൽ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. ഒപ്പം ഇന്ന് 2 പേർ കൂടിയാണ്, 2 ഫലസ്തീനികൾ കൂടിയാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്.